രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ആലപ്പുഴയിൽ സംഘടിപ്പിച്ച എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ 40 ലക്ഷത്തോളം രൂപയുടെ വിറ്റുവരവ്. മേളയുടെ ഫുഡ് കോർട്ടിലൂടെ 12 ലക്ഷത്തോളം രൂപയാണ് കുടുംബശ്രീ നേടിയത്. ഒരാഴ്ച നീണ്ടുനിന്ന പ്രദർശന വിപണന മേളയുടെ സമാപന സമ്മേളനം പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ 9 വർഷക്കാലയളവിൽ കേരളത്തിലുണ്ടാക്കിയ അതിശയിപ്പിക്കുന്ന മാറ്റങ്ങൾ പ്രതിഫലിക്കുന്നതായിരുന്നു എന്റെ കേരളം പ്രദർശന വിപണനമേള. ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന മെഗാ പ്രദർശന വിപണനമേളയിൽ 36,38,675 രൂപയുടെ വിറ്റുവരവാണ് ഉണ്ടായത്. മേളയുടെ സമാപന സമ്മേളനം പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ 6-ാം തീയതി പറഞ്ഞതുപോലെ അസാധ്യമായതൊന്നുമില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. സാധ്യമായതേ ഉള്ളൂ. ഏത് തടസ്സമുണ്ടെങ്കിലും ഏത് തർക്കമുണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ലക്ഷ്യബോധത്തോടുകൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന നിലയിലേക്കുള്ള വലിയ മാറ്റത്തിനാണ് ഈ കേരളത്തില് ഈ 9 വർഷക്കാലം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഞങ്ങൾ അഭിമാനത്തോട് പറയുകയാണ്, 2026 ഡിസംബർ മാസമാകുമ്പോ ഇതിന്റെ പണി മുഴുവൻ തീരുമെന്ന് പറയുന്നില്ല. ഇത് മാർച്ചിൽ തീർക്കാൻ ശ്രമിക്കുകയാണ് NH, അതൊരു ഭാഗത്ത് നടക്കും. പക്ഷേ ഇന്ന് കാണുന്ന ആലപ്പുഴയുടെ മുഖം കൂടുതൽ മനോഹരമാകാൻ പോകുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് വരുന്ന ഒരു വർഷക്കാലം നീങ്ങാൻ പോകുന്നത്. ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെന്റും ജനപ്രതിനിധികളും ഒന്നിച്ചു നിന്നുകൊണ്ട് നടത്താൻ പോകുന്ന ഈ മാറ്റം സൗജന്യ സേവനങ്ങൾ ഒരുക്കി വിവിധ സർക്കാർ വകുപ്പുകളും മേളയിലെ സജീവ സാന്നിധ്യമായിരുന്നു. ഇത്തവണ സർക്കാർ സേവനങ്ങൾക്കും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്ന തീം സ്റ്റാളുകൾക്കുമാണ് പ്രാമുഖ്യം നൽകിയത്. കുടുംബശ്രീയുടെ 9 സ്റ്റാളുകളിൽ നിന്ന് മാത്രം 5.25 ലക്ഷം രൂപയാണ് വരുമാനമായി ലഭിച്ചത്. കൊമേഴ്ഷ്യൽ സ്റ്റാളുകളിലൂടെ 11,35,000 രൂപയുടെ വരുമാനം നേടാനായി. വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകളിൽ നിന്ന് 8,44,000 രൂപയുടെ വരുമാനവും ലഭിച്ചു. 7 ദിവസം നീണ്ടുനിന്ന മേളയിലൂടെ നിരവധി ആളുകളാണ് വിവിധ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയത്. ഉദ്ഘാടന ദിവസം മുതൽ ജനസാന്നിധ്യം കൊണ്ട് സജീവമായിരുന്നു എന്റെ കേരളം പ്രദർശന വിപണന മേള. കേരളത്തിന്റെ വികസനങ്ങൾ കണ്ടറിയാനുള്ള സൗകര്യങ്ങളും മേളയിലുണ്ടായിരുന്നു. ഭക്ഷ്യമേളയും കുട്ടികളുടെ പാർക്കും മേളയിൽ സന്ദർശകരുടെ പ്രിയപ്പെട്ട ഇടങ്ങളായി മാറി. സിനിമാ തിയേറ്ററും മേളയിലുണ്ടായിരുന്നു. പ്രേക്ഷക മനസ്സിൽ ആഴ്ന്നിറങ്ങി പ്രമോദ് വെളിയനാട് പ്രധാന വേഷത്തിനെത്തിയ നാടകം മാടൻ മോക്ഷം വേദിയെ കീഴടക്കി. എന്റെ മനസ്സിലോട്ട് 2 ചിന്തനം വരുന്നുണ്ട്. 2 എന്താണ്? ഒന്ന് മതം, മറ്റേത് രാഷ്ട്രീയം. നോക്കുന്നോ? അതാണെങ്കിൽ പിന്നെ നേരിന്നറിയൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇപ്പൊ വന്ന് രാഷ്ട്രീയക്കാരും ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ആയി. അങ്ങനല്ല, പ്രേക്ഷകർക്ക് പുതുമയാർന്ന ദൃശ്യാനുഭവമാണ് മികച്ച നാടകം, മികച്ച സംവിധായകൻ, മികച്ച നടൻ എന്നിങ്ങനെ 3 സംസ്ഥാന അവാർഡുകൾ നേടിയ നാടകം സമ്മാനിച്ചത്.
സമാപന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി, നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ, ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാഗവൻ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AS കവിത തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ B സുജാത റിപ്പോർട്ട് അവതരിപ്പിച്ചു. 24 ആലപ്പുഴ.